ഏവർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. മനുഷ്യന്റെ മരണാനന്തരമുള്ള പ്രത്യാശ എന്ത് എന്ന് നാം പല തിരുവചനങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരേ പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകൃതിയിൽ ഏകത്വം ദൃശ്യമാണ്. വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവൃത്തികൾ 17:26 ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. മനുഷ്യരെല്ലാവരും ആദാമിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഈ ജൈവശാസ്ത്രമായ ഏകത്വം ഏക മനുഷ്യന്റെ ലംഘനത്തിലൂടെ എല്ലാ മനുഷ്യരും പാപികളായി തീരുവാനായിട്ട് കാരണമാകുകയും ചെയ്തു എന്നും തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകനായ ക്രിസ്തുവിലൂടെ രക്ഷാമാർഗം ഒരുക്കുവാൻ ആ അടിസ്ഥാനമായി തീർന്നതും ഇത് തന്നെ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇത് മനുഷ്യവർഗത്തിന്റെ ഏകത്വമാണ്. റോമാലേഖനം 5:12-19 വാക്യങ്ങളിൽ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വീണ്ടും 19 വാക്യത്തിൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്നുള്ളതായ കാര്യവും വളരെ വ്യക്തമായി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതെ, മനുഷ്യന് സകല ജീവികളോടും ഉത്തരവാദിത്തമുണ്ടാകാൻ കാരണവും ഇതുതന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ വളരെ കരളലിയിപ്പിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ ആ വയനാടിന്റെ പ്രദേശങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നഷ്ടപ്പെട്ട അനേകർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഏതാണ്ട് 150-ലധികം ആ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ അവയവങ്ങളാണ് അവിടെ കുഴിച്ചു മൂടുവാനായിട്ട് ഇടയായി തീർന്നത്. 10-31-ലധികം ബോഡികൾ തിരിച്ചറിയാതെ അവിടെ ആ കുഴിച്ചു മൂടിയപ്പോൾ 150-150-ലധികം ശരീരഭാഗങ്ങളും തിരിച്ചറിയാതെ മൂടിക്കൊണ്ടിരിക്കുന്നതായ സംഭവം നമ്മുടെ എല്ലാവരുടെയും അത് ശരീരത്തെ, മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം നാം എല്ലാം ഒരു പിതാവിന്റെ മക്കൾ എന്നതുകൂടെ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ പോലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും മനുഷ്യവർഗത്തിന്റെ ഏകത്വത്തെ അത് തെളിയിക്കുന്നു. അതുകൊണ്ടാണ് ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നത്, അവയവങ്ങൾ ദാനം ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അവിടെയൊന്നും ജാതിയും മതവും ഒന്നുമില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. അപ്രകാരം തന്നെ മാനസിക പ്രകൃതിയിലും വർഗങ്ങൾക്ക് തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ആർത്തികളും അഭിലാഷങ്ങളും ചോദനകളും വാസനകളും വികാരങ്ങളും സംവേദങ്ങളും മനുഷ്യർക്കെല്ലാം ഒന്നുപോലെയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങള്, ഹിമാലയയിൽ ആ മേഘവിസ്ഫോടനം അനേകരെ കാണുവാനില്ല, 700 കോടിയുടെ നാശനഷ്ടം ഉണ്ടായി എന്നൊക്കെ കണക്കുകൾ പറയുന്നു. ബംഗ്ലാദേശിൽ പ്രക്ഷോഭം, അനേകർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. യിരെമ്യാ പ്രവചനത്തിൽ ഇപ്രകാരം അതിന്റെ 9:21 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് സ്ഥിതി. അന്ത്യകാലത്ത് നടക്കേണ്ടുന്നതായ അനേക കാര്യങ്ങൾ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ 2 തീമോഥെയോസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം ഓർക്കുക, അനേകർ ഇതേ ഇപ്രകാരം ഈ ഭൂമിയിൽ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ നിരപരാധികളാണ്, അനേക കുഞ്ഞുങ്ങൾ. എന്നാൽ ഇതെല്ലാം നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ബഹളി പിടിച്ചുകൊണ്ടുള്ളതായ ഓട്ടം, ആർത്തിയോടെയുള്ള ഓട്ടം
അതിരുകൾ കൂട്ടുവാൻ, അധികാര കസേരകൾ സ്ഥാപിക്കുവാൻ, ആത്മികവും ഭൗതികവുമായ ഓളങ്ങളിലെ ഓട്ടമൊക്കെ എന്തിന് എന്ന് ഈ തരുണത്തിൽ നാം ചിന്തിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമാണ് ഇതെല്ലാം വിളിച്ചറിയിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മളോട് സംസാരിക്കുന്നത് എന്ന് ഇത്തരണത്തിൽ ഒരിക്കൽ കൂടി നാം ഓർത്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സകല മനുഷ്യർക്കും ഇടയായി തീരട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം.